ഒരു മാഗി കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ലാട്ട് നിൽക്കുകയാണ്. രണ്ടുപേർക്കും ഭയങ്കര ബ്യൂട്ടി എന്ന് പറയാനൊന്നുമില്ല. ഇതിൻ്റെ മണ്ട കയറി ഗ്യാപ്പ് നല്ല വ്യൂ പോയിന്റ് വരുമ്പോഴെല്ലാം മഞ്ഞ് കയറി ഒരു കുന്തവും കാണാൻ പറ്റാത്ത അവസ്ഥ കണ്ടാ. ഇവിടെയൊക്കെ നിരങ്ങി പോയാലുണ്ടല്ലോ. ബോട്ടിംഗ് എങ്ങനെയുണ്ടായിരുന്നോ? ബോട്ടിംഗ് വളരെ അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ നല്ലൊരു നല്ല ക്ലൈമറ്റ് ആണ്. നല്ല ക്ലൈമറ്റ് ആണ്. ഒരുപാട് തണുപ്പുമില്ല എന്നാൽ വെയിലുമില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ലതായിട്ട്. ഇതിന് ചുറ്റുമാണെങ്കിൽ ഇങ്ങനെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. കുതിര സവാരിയുള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സൈക്കിളിൽ പില്ലർ റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോവാണ്. പിന്നെ അവിടുന്ന് സൂയിസൈഡ് പോയിന്റ് ആ പോകുന്ന വഴി തന്നെ ഉള്ള ഒരു വ്യൂ കേട്ടോ. ഇത് നല്ല തണുത്ത കാറ്റടിക്കുന്നത്. മുമ്പ് നിന്നുള്ള കാലാവസ്ഥയല്ല. കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മേപ്പോട്ട് കയറും തോറും ഇത് തന്നെ ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞ പോലെ. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന റോസ് ഗാർഡനിലാണ് കേട്ടോ. ഈ സൈഡിൽ അപ്പുറം സൈഡിലുണ്ടോ? അങ്ങോട്ട് കയറില്ല അവിടെ നല്ല കൂടി കേട്ടോ. നമ്മളിപ്പോൾ റോസ് ഗാർഡനിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഫുള്ള് പൂക്കളുടെ ഒരു ഗാർഡനാണതേ. അപ്പോൾ അവിടെയൊക്കെ പോവുകയാണ്. വിശനും ശ്രീനാഥും ചില്ലായിട്ട് നിൽക്കുകയാണ്. രണ്ടുപേർക്കും ഒരു മാഗി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടുത്തെ കച്ചവടമൊക്കെയാണ്. ചോളം, കുരകന്മാരുടെ ശല്യം കേട്ടോ. ക്യാരറ്റ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ. ഇവിടെ പഴയ കുരിശോളം. റോസ് ഗാർഡൻ്റെ എൻട്രി ആണ്. ടിക്കറ്റ് റേറ്റ് ആണേ. ഞങ്ങൾ 3 പേര് 90 രൂപ. നമ്മളിപ്പോൾ എൻട്രൻസിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുരങ്ങന്മാരുടെ ശല്യം കേട്ടോ. കൈ ഇരിക്കുന്ന പോലെ അടിച്ചുകൊണ്ട് പോകും. നാട് എടുത്തിരിക്കുന്നത് എൻട്രൻസിൽ. അപ്പോൾ നമ്മുടെ എൻട്രൻസിലൂടെ ഏതാണ്ട് ഇപ്പം കൂടെ കയറി ഫുള്ള് പൂക്കളൊക്കെയാണേ. ഫോട്ടോഗ്രാഫർമാരെ ബഹളമാണേ. റോസകളുടെ ഒരു പെരുങ്കൂട്ടം തന്നെ ഉണ്ട്. റോസകൾ ഫുൾ റോസ. ഫുള്ള് റോസ ഫുള്ള് ചെടികളാണ്. ചാർജ് ചെയ്തിട്ടില്ല. വലിയ രസമായിട്ട് പറയാനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസാപ്പൂവിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഗാർഡനായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടി എന്ന് പറയാനൊന്നുമില്ല. നമ്മളിപ്പോൾ ഉള്ളത് മോയർ പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതിൻ്റെ എൻട്രിയിലാണ് നിൽക്കുന്നത്. മോയർ പോയിന്റ്. എത്ര ടിക്കറ്റ്? ഇവിടെ കയറുന്നതിന് 3 പേർക്കും 30 രൂപ. ഇവിടെ നല്ല തിരക്കാട്ടോ, ഭയങ്കര തിരക്കാണ്. ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു സ്ഥലമാണ് തോന്നുന്നു. ഇതിൻ്റെ മണ്ട കയറി നോക്കണം തോന്നുന്നു.
നമ്മളിപ്പോൾ ഈ ചെറിയൊരു ടവറിൻ്റെ മണ്ടക്കോട്ട് കയറുവാണേ. ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണേ. പക്ഷേ താഴെ നല്ല ടൗണൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഫുള്ള് കോട കയറി കിടക്കുക. പക്ഷെ കുറച്ച് ഭാഗം കാണാൻ പറ്റുമേ. അതുകൊണ്ട് ഈ ഗ്യാപ്പ് മൊത്തം നട അവിടെ എല്ലാം കയറി നിറഞ്ഞ്. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണേ. ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല ക്രൗഡുണ്ട്, നല്ല ക്രൗഡുണ്ട്. പക്ഷെ അന്തരീക്ഷമൊക്കെ നല്ല സൂപ്പർ അന്തരീക്ഷമാണ്. കോടയൊന്നുമില്ല. ഇവിടെ ഫോട്ടോഗ്രാഫർമാരുടെ ബഹളമാണ്. ഫോട്ടോഗ്രാഫർമാർ ശരിക്കുമുണ്ട്. ഇവിടെ ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കും. ഇവിടെ ആണെങ്കിൽ പൈൻ ഫോറസ്റ്റിൽ കുതിര സവാരിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയും അത്യാവശ്യം നല്ല വ്യൂ ആട്ടോ. നല്ല രസമുള്ള സ്ഥലം. പൈൻ ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടോ? സൂപ്പർ, അടിപൊളി. ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെയറാണ്. രസമാണ്. ഫോറസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലും മരങ്ങൾ പൈനാണ് കൂടുതലും. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോസ് കുറച്ചെടുത്തു. ഇനി ഞങ്ങൾ നേരെ അടുത്ത പില്ലർ റോക്കിലേക്ക് പോകാം. ഈ പൈൻ ഫോറസ്റ്റിലേക്കൊന്നും വരാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, വരുന്ന വഴിക്ക് തന്നെ കണ്ടുകൊണ്ട് ഇറങ്ങി. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പം വലിയ മാഗി ഉണ്ട്, അപ്പം മാഗി അടിക്കും. മാഗി കഴിക്കാം കഴിഞ്ഞ് ഓടാം. അപ്പോൾ പൈൻകാടെല്ലാം കണ്ടു. ഇനി ഞങ്ങൾ പൈൻകാട്ട് ചെയ്ത് പോവുകയാണ്. പൈൻ കാടൊന്നും അല്ല, ഒരു ചെറുതായിട്ടൊരു ലഘുഭക്ഷണമായിട്ടൊരു മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മൾ വന്ന് മാഗി കഴിക്കാൻ വന്ന കട. इंजी टी सापडला इंजी टी काफी ब्रेड आमलेट मैगी मसाला पूरी बेल पूरी कारा पूरी टी काफी वना इंजी टी എടുക്കടാ ഇത് കഴിഞ്ഞിട്ട് മതി. എങ്ങോട്ടാ ഹലോ മാഗി വെള്ളം കേട്ടോ. തീർത്തോ എക്കടാ വായിലോട്ട്. അപ്പോൾ നമ്മളിനി അടുത്തത് പില്ലർ റോക്ക്. അതാണേ. ഓക്കെ, പില്ലർ റോക്ക്. അല്ല, മഴക്കോള് നല്ലപോലെ നിൽപ്പുണ്ട്. നോക്കാം, അടിപൊളിയായിട്ട് പെയ്യാൻ സാധ്യതയുണ്ട്. എല്ലായിടും നല്ല കച്ചവടം കേട്ടോ. ശരിക്കും ആൾക്കാരുണ്ടേ. നമ്മൾ പില്ലർ റോക്കിൽ വന്നിരിക്കുന്നു. നല്ലപോലെ കോടമഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ. വ്യൂ പോയിന്റ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നോക്കാം. വാ. ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അതോട്ട് ഫുള്ള് കോട കയറി കിടക്കും. ഒന്നും കാണാൻ പറ്റില്ല. ഫുള്ള് കോട. നല്ല കോടമഞ്ഞ് കയറിയിട്ടുണ്ട്. ഇതാണ് മെയിൻ സ്ഥലം. പില്ലർ റോക്ക്. ഇപ്പോൾ കുറച്ച് കോടയൊക്കെ മാറി നിൽപ്പുണ്ട്. വെള്ളച്ചാട്ടത്തിന് നല്ല ശബ്ദമൊക്കെ ഉണ്ട്. പക്ഷെ കോട മാറിയായിരുന്നു താഴത്തെ വ്യൂ ഒക്കെ നല്ലതായിട്ട് കാണാമായിരുന്നു. ഭയങ്കര കോട. പില്ലർ റോക്ക് കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്പോട്ടാണെന്ന് അറിഞ്ഞൂടാ. വെള്ളച്ചാട്ടം അടുത്ത് പോകാം. ഓക്കെ. ആ സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന സാധനം ഇതാണ്. ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഊതും. നമ്മളിപ്പോൾ അടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് വന്നിട്ടുണ്ടേ. പുതിയൊരു വ്യൂ പോയിന്റ് കാണാൻ പോവുകയാണ് നമ്മളിപ്പം. പാസ്സുണ്ട്. ഈ വ്യൂ പോയിന്റ് വന്നും മഞ്ഞ് കയറി ഒന്നും കാണാൻ പറ്റാത്ത പരിവായി. നോക്കിക്കേ,
ഒരു കുന്തവും കാണാൻ പറ്റില്ല. നല്ല മഞ്ഞാണേ, നല്ല വ്യൂ പോയിന്റ് വരുമ്പോഴെല്ലാം മഞ്ഞ് കിട്ടും. ഒരു കുന്തവും കാണാൻ പറ്റാത്ത അവസ്ഥ കണ്ടാ, ഒന്നുമേ കാണില്ല. മഞ്ഞ് പെയ്യണം മലക്കൂലിരണം മകരമാസ പെണ്ണെ മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ. നല്ല കിടിയിലും കൊക്കാന്ന് പറഞ്ഞാൽ അമ്മാതിരി കൊക്ക. പക്ഷെ മൊത്തം മഞ്ഞ, ഒന്നും കാണാൻ പറ്റില്ല. എന്താ ഇവിടെയൊക്കെ ഇറങ്ങിപ്പോയാലുണ്ടല്ലോ അങ്ങ് പോവും. ആണ്ടൊരു പുള്ളി ഇറങ്ങിപ്പോകുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ആ നേരത്തെ ബോട്ടിങ് ചെയ്ത ആ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും. ലേക്ക് ലേക്ക് നന്നായിട്ട്